കണി കാണും നേരം പരമേശൻ ഡിങ്കൻ ഉടൽ മൂടും മഞ്ഞത്തുകിൽ ചാർത്തി. സിനിമാ താരം ദിലീപിന്റെ കടയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധമാണ് ഡിങ്കോയിസത്തെ പ്രശസ്തമാക്കിയത്. എന്താണ് ഡിങ്കോയിസം? മറ്റു മതങ്ങളിൽ നിന്ന് ഡിങ്കമതം എങ്ങനെ വ്യത്യസ്തമാകുന്നു? ഇത് ആദ്യമുണ്ടായ മതമാണ്, ഇപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് മാത്രം. മതം ഇടപെടുന്നിടത്തെല്ലാം അതിനെ ഹാസ്യാത്മകമായി വിമർശിക്കുക എന്ന ദൗത്യമാണ് ഡിങ്കോയിസ്റ്റുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഡിങ്കൻ മാത്രമാണ് ജെട്ടിയിട്ട ഒരു ദൈവമുള്ളത്. സുതാര്യമാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം. അതാണ് ഇവിടെ പലരും അവരുടെ ഭരണം സുതാര്യമാണെന്നും ജീവിതം സുതാര്യമാണെന്നും പറയുമ്പോഴും അവരെ പറ്റിയുള്ള കള്ളക്കഥകൾ പുറത്തു വരുന്ന സമയത്ത് ഇത്രയും സുതാര്യമായ വസ്ത്രം ധരിച്ച് വരുന്ന ഒരു ഡിങ്കൻ. കപ്പയാണ് ഔദ്യോഗിക ഭക്ഷണം. ദിലീപിനെതിരെയും പുട്ടിനെതിരെയും പ്രതിഷേധിക്കാനുണ്ടായ കാരണങ്ങളും ഡിങ്കോയിസ്റ്റുകൾ വ്യക്തമാക്കി. അദ്ദേഹം കാലങ്ങളായി ഡിങ്ക നിന്ദ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പറക്കും തളിക്ക സിനിമ ഡിങ്കന്റെ രൂപമായ എലിയെ എത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ ഒരു ശല്യക്കാരൻ എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഡിങ്കൻ സ്തുതികളും വചനങ്ങളും ഭക്തിഗാനങ്ങളുമെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം നിറഞ്ഞ കയ്യടിയോടെയും വിമർശനങ്ങളോടെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിമർശിക്കുന്നവരോട് ഡിങ്കോയിസ്റ്റുകൾക്ക് പറയാനുള്ളത് ഇതാണ്: ഡിങ്കമതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. അതാരെയും ആക്രമിക്കില്ല, അതാരെയും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ ഡിങ്ങനെ പറഞ്ഞാൽ വെച്ചേക്കൂല കേട്ടാ, പറഞ്ഞേക്കാം. വിദേശങ്ങളിൽ പ്രചാരത്തിലുള്ള കോമിക് കഥാപാത്രം ഫ്ലൈയിങ് സ്പാഗറ്റി മോൺസ്റ്റർ ആണ് ഡിങ്കമതത്തിന് പ്രചോദനം. ബിൻസി രവീന്ദ്രൻ, മീഡിയ 1, കൊച്ചി.